കൂട്ടുകാർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് നമുക്ക് ഈ വർഷം ഇനി വരാനുള്ള ബാങ്കിങ് ഇൻഷുറൻസ് എക്സാംസിന് നിങ്ങളിതുവരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം തന്നെ തുടങ്ങിക്കൊള്ളുക. ബിക്കോസ് സമയം അതിക്രമിച്ച് ഓൾറെഡി ഈ വർഷത്തെ കുറച്ച് എക്സാംസ് കഴിഞ്ഞു ഇല്ലേ. നമ്മുടെ LIC ADO, LIC AAO, അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞായിരുന്നു. സോ ഇത്ര എക്സാംസ് ഓൾറെഡി കഴിഞ്ഞ് നമുക്ക് ഇനിയും കുറേ എക്സാംസ് വരാനുണ്ടല്ലോ. അതായത് നമ്മുടെ IBPSൻ്റെ എക്സാംസ്, അതായത് IBPS ക്ലർക്ക്, IBPS PO, IBPS RRB ക്ലർക്ക്, RRB PO, പിന്നെ SBIയുടെ എക്സാംസ് വരാനുണ്ട്. അത് മിക്കവാറും സെപ്റ്റംബറിലായിരിക്കും തോന്നുന്നത്. IBPS കലണ്ടർ അനുസരിച്ച് ഓഗസ്റ്റിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ പിന്നെ SBIയുടെ എക്സാം കഴിഞ്ഞ വർഷം 2022 സെപ്റ്റംബറിൽ എന്തോ വന്നത്. സോ ഈ വർഷവും മിക്കവാറും ആ സമയത്ത് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ, അത് 2022 മെയിൻസിൻ്റെ റിസൾട്ട് കുറച്ച് ദിവസം മുമ്പാണ് വന്നത്. സോ നമുക്ക് ഏകദേശം ആ ഒരു സമയത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബട്ട് എക്സാം അപ്പോഴാണല്ലോ വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കിയിരിക്കരുത്. ഇപ്പോഴേ കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്തോളുക. എന്നാലേ ആ സമയമാകുമ്പോഴത്തേനും നമുക്ക് സെറ്റായിട്ട് പോയി എക്സാം വൃത്തിയായിട്ട് പോയി എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ അടുത്ത് കുറച്ച് എക്സാംസ് വരാനുണ്ട്. അതായത് നമ്മുടെ RBIയുടെ ഗ്രേഡ് B, പിന്നെ RBI അസിസ്റ്റൻറ്റ്, പിന്നെ LICയുടെ അസിസ്റ്റൻറ്റും കൂടെ വരാനുണ്ട്. സോ ഇത്ര എക്സാംസ് നമുക്ക് വളരെ വൈകാതെ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇതിപ്പോൾ മാർച്ച് അല്ലേ, ഏപ്രിൽ, മെയ് ആ ടൈമിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വൈകാതെ വരുമെന്നൊരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. സോ പിന്നെ നമ്മുടെ LIC അസിസ്റ്റൻ്റ് ഇല്ലേ, LICയുടെ എക്സാംസ് ഇതിനു മുമ്പ് വന്നത് 2019 2019 LIC ADO, അതിൽ LIC AAO, LIC അസിസ്റ്റൻറ്റ്, ഇതെല്ലാം ആ വർഷം വന്നത്. സോ AAOയുടെ എക്സാം ഓൾറെഡി കഴിഞ്ഞ് ഇനി അസിസ്റ്റൻ്റ് കൂടെ വരാനുണ്ട്. വൈകാതെ തന്നെ വരുമായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതായത് ഇതിപ്പോൾ മാർച്ച് അല്ലേ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി ബേസിസിൽ പഠിച്ച് തുടങ്ങിക്കോളുക. ഓക്കെ. നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. ബിക്കോസ് നമുക്കറിയാം, നിങ്ങളിപ്പോൾ ഓൾറെഡി മെയിൻസൊക്കെ എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് വരുന്ന കൃത്യം ഡേറ്റ് ഇട്ടാണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇൻ മാർച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ. സോ അങ്ങനെയല്ല, മാർച്ച് തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതായത് നമ്മുടെ ഈ RRB ക്ലർക്കിൻ്റെ മെയിൻസ്, SBI ക്ലർക്കിൻ്റെ മെയിൻസ്, അതിനൊക്കെ പോകുമ്പോൾ മാർച്ച് തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഇനി കഴിഞ്ഞ വർഷത്തെ, അത് 2022 IBPS POയുടെ മെയിൻസിന് പോയപ്പോൾ അതിൽ ഒരുപാട് പുറയുന്ന ക്വസ്റ്റ്യൻസ് വന്നില്ല. ഓക്കെ. എക്സാം നടന്നത് ഫെബ്രുവരിയിലുള്ള കറണ്ട് അഫയേഴ്സ് ഡെയിലി ബേസിസിൽ പഠിച്ചു പോവുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതി വയ്ക്കുക, പഠിക്കുക, വീക്കിലി റിവൈസ് ചെയ്യുക, മന്ത്ലി റിവൈസ് ചെയ്യുക. അതുപോലെ കിട്ടുന്ന PDF കിട്ടുന്ന MCQ, കറണ്ട് അഫയേഴ്സിന് MCQ എടുത്ത് നിങ്ങൾ തറവായിട്ട് പഠിച്ചോളുക. ഇപ്പോഴേ പഠിച്ചു പോവാണെങ്കിൽ എക്സാം വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട. ഓക്കെ. നിങ്ങൾ ഒരു തവണ മെയിൻസ് എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ. സോ ഇനി കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, വേറെ സബ്ജക്റ്റുകളില്ലേ, മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ്, റീസണിങ്, ഇംഗ്ലീഷ് മെയിൻസിന് പോകുമ്പോൾ ഇപ്പോൾ പ്രീ ലെവൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം നിങ്ങൾക്കറിയാം. ഓക്കെ. നിങ്ങളെല്ലാവരും തന്നെ പ്രീ എക്സാംസൊക്കെ ക്രാക്ക് ചെയ്യുന്നവരാണ്. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതുപോലെ ഇനി മെയിൻസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ പ്രീ ലെവൽ തൊട്ട് തുടങ്ങുക. പ്രീ ലെവലിൽ നിങ്ങൾ തുടങ്ങുക, ദെൻ മെയിൻസ് ലെവലകത്തോട്ട് പോവുക. അപ്പോൾ എല്ലാ സബ്ജക്റ്റും, മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് റീസണിങ് ആണെങ്കിലും പ്രീ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത്യാവശ്യം ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് മോക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് സെറ്റായി ഏകദേശം കട്ട് ഓഫ് ഒക്കെ, അതായത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കട്ട് ഓഫ് ഒക്കെ കടക്കുന്ന ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മെയിൻസ് ലെവൽ തുടങ്ങിക്കോളുക. ഓക്കെ. പിന്നെ കൺസെപ്റ്റുകളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി വേണം പോകാനായിട്ട്. ഓക്കെ ആണല്ലോ. സോ പ്രീ പ്ലസ് മെയിൻ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. പ്രീ എക്സാം മാത്രം കടന്നുകൊണ്ട് നമുക്ക് ജോബ് കിട്ടത്തില്ല. മെയിൻസ് കിടക്കണം. ഓഫീസർ ലെവൽ എക്സാം ആണെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഓക്കെ. സോ നിങ്ങൾ പിന്നെ ന്യൂസ് പേപ്പർ വായിക്കണം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതിരിക്കണം, ബാങ്ക് റിലേറ്റഡ് കാര്യങ്ങൾ അറിയാതിരിക്കണം, ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാതിരിക്കണം. ഓക്കെ. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ദെൻ അപ്പോൾ നമ്മളിപ്പോഴത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രീ എക്സാം ആൻഡ് മെയിൻ എക്സാം, ഇത് രണ്ടും ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. സോ ആ രണ്ട് എക്സാമും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ പ്രീ ലെവൽ ഓൾറെഡി നമ്മൾ കുറേ എക്സാംസിൻ്റെ പ്രീ ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2021 വരെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2022 ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളിതുവരെ ചെയ്തിട്ടില്ല. അത് നമുക്ക് വൈകാതെ തന്നെ ചെയ്യാൻ കേട്ടോ. എല്ലാ എക്സാംസിൻ്റെയും പ്രീവിയസ് ഇയർ നമുക്ക് എടുത്ത് ചെയ്യാം. നമുക്ക് പക്കാ പേപ്പർ നമുക്ക് കിട്ടത്തില്ല, മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അത് വെച്ചൊരു പേപ്പർ സെറ്റ് ചെയ്ത് നമുക്ക് ഒരു ക്ലാസ് ചെയ്യാം അത് വെച്ചിട്ട്. പിന്നെ ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് മെയിൻസിന് പോകുമ്പോൾ ഇംഗ്ലീഷിനകത്ത് നിങ്ങൾക്കറിയാം കൂടുതൽ ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ് വരുന്നത്, റീഡിങ് കോമ്പിനേഷൻ, പാരാജമ്പിൾ,
ഓക്കെ, അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ അത് നിങ്ങൾ കണ്ടമാനം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പിന്നെ റീസണിങ്, നിങ്ങൾക്കറിയാം പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസും ഉണ്ട്. ഈ സിലോയിസം, കോഡഡ് സിലോയിസം വരും, കോഡഡ് റിലേഷൻ, കോഡഡ് ഇൻഇക്വാളിറ്റി, ലൈക്ക് എങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആക്കും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. കോംപ്ലിക്കേറ്റഡ് എന്ന് ഉദ്ദേശിച്ചത് ഇൻ ദ സെൻസ് ടൈം കൺസ്യൂമിംഗ് ആണ്. സോ എടുത്ത് ചെയ്തോളൂ. പിന്നെ ഇത് വരും, മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് വരും. ഓക്കെ, സോ മെയിൻസ് ലെവലും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോണം. ഓക്കെ, കൂടുതൽ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ചാണ് വരുന്നത്. നിങ്ങൾ പ്രീ ലെവൽ പസിൽസും സീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതിനൊപ്പം തന്നെ മെയിൻസ് ലെവൽ ക്വസ്റ്റൻസ് എടുത്ത് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, അതായത് വലിയ ഡാറ്റ, 3-4 പാരാമീറ്റർ, അതുപോലെ കുറേ കണ്ടമാനം പോസിബിലിറ്റി. അപ്പോൾ ഇതൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്ന എന്ത് ചെയ്തോളുക, നിങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്തോളുക. ഓക്കെ, കണ്ടമാനം വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, എല്ലാം എടുത്ത് കാണുക, നിങ്ങൾ തന്നെ കുറേ ക്വസ്റ്റൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് പർച്ചേസ് ചെയ്യണം. ഓക്കെ, മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം. അത് ഏതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ മേടിക്കുക. അപ്പോൾ അതിൻ്റെ പ്രീ ലെവലും ഉറപ്പായിട്ടുണ്ടായിരിക്കണം, മെയിൻസ് ലെവലും ഉറപ്പായിട്ടുണ്ടായിരിക്കണം. പ്രീ ലെവലിലെ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം, മെയിൻസ് ലെവലിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, മോക്ക് ടെസ്റ്റും ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, നമ്മൾ എക്സാം ആദ്യമായിട്ട് മെയിൻ എക്സാം ഒരു എക്സാമ്പിളിൽ പോയിരുന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് നിങ്ങൾക്കറിയാം. സോ അത് തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, അടുത്ത് QA. പ്രീ ലെവൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി മെയിൻസിന് പോകുമ്പോൾ മെയിൻസ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും DA ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നല്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അവരെ നമ്പർ സീരീസ് ഉണ്ടാവും. പക്ഷേ പ്രീ പോലെയല്ല നമ്പർ സീരീസ് വരുന്നത് നിങ്ങൾക്കറിയാം. ഒരു 2-3 നമ്പർ സീരീസ് വന്നിട്ട് അതേ പാറ്റേണിൽ അടുത്ത സീരീസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഈ ടൈം ഏത് ആ ടൈം ഏത് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാമെങ്കിൽ ഡ്യൂവബിളാണ്, ചെയ്ത് കണ്ടുപിടിക്കാം. അതുപോലെ പിന്നെ DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നല്ല കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ എന്ത് ചെയ്യുക, മെയിൻസ് ലെവൽ പ്രീ ലെവൽ DI നിങ്ങൾക്കറിയാം എന്ത് ചോദിക്കും, പേഴ്സൻറ്റേജ് ചോദിക്കും, പേഴ്സൻറ്റ് ഇൻക്രീസും ഡിക്രീസും ചോദിക്കും, റേഷ്യോ ചോദിക്കും, ആവറേജ് എടുക്കാൻ പറയും. ഇത്രയൊക്കെയല്ലേ പ്രീ ലെവലിൽ ചോദിക്കത്തുള്ളൂ. പക്ഷേ മെയിൻസിന് പോകുമ്പോൾ അങ്ങനെയല്ല. മെയിൻസിന് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും അതിനകത്ത്. നമുക്കിപ്പോൾ നമ്പേഴ്സ് കണ്ടമാനം കൈകാര്യം ചെയ്യാൻ അറിയാതിരിക്കണം. പിന്നെ നമ്മൾ POയുടെ മെയിൻസിന് പോയപ്പോൾ IBPS POയുടെ മെയിൻസിന് പോയപ്പോൾ കണ്ടതാണ് DI വേരിയബിൾസ് വെച്ചുള്ള DI ആണ്. ഓക്കെ, നമ്പേഴ്സ് ഇല്ല, ഫുള്ള് വേരിയബിൾസ് അവരുടെ റിലേഷൻ അത് വെച്ച് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു വന്നത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം DI വേരിയബിൾസൊക്കെ വെച്ചുള്ള DI PO മെയിൻസിന് പോകുമ്പോൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. മാർച്ച് തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. മാർച്ച് തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ടും പഠിക്കണം. അതിൽ RBI ഇറക്കുന്ന സർക്കുലർ, RBI ഇറക്കുന്ന റൂള്, അതുപോലെ RBI ഇറക്കുന്ന ഗൈഡ് ലൈൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യണം. ഓക്കെ, പിന്നെ ചുമ്മാ ചവറൊന്നും പഠിക്കണ്ട. അത്യാവശ്യം ഫാക്റ്റുള്ള കാര്യങ്ങൾ മാത്രം കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് കുറേ PDFs കിട്ടും. ഈ ഫേസ് ക്ലൗഡ് സ്റ്റഡി ആക്കി ഇതിൻ്റെയൊക്കെ മന്ത്ലി PDF അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കിട്ടും. അതൊക്കെ കുറേ ടെലഗ്രാം ഗ്രൂപ്പ് വഴി കിട്ടും. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മുടെ ഗ്രൂപ്പിന് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അതിൻ്റെ തൊട്ട് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കിട്ടുന്ന PDF നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുള്ളൂ. പഠിക്കുന്ന എപ്പോഴും ന്യൂസ് പേപ്പർ വായിക്കുക, കറണ്ട് അഫയേഴ്സ് എടുക്കുക, ആർട്ടിക്കിൾ മൊത്തം വായിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ബുക്കിനകത്തോട്ട് എഴുതി വയ്ക്കുക. അങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ പഠിക്കാവുള്ളൂ. PDFs കിട്ടുന്നത് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സോ ഇനി നമുക്ക് അടുത്ത് വരാനുള്ള എക്സാംസ് ഇല്ലേ, അതായത് ഈ RBI ഗ്രേഡ് B, RBI അസിസ്റ്റൻറ്റ്, LIC അസിസ്റ്റൻറ്റ്, ഈ എക്സാംസൊക്കെ വയ്യാതെ തന്നെ വരുമെന്നാണ് അറിയാൻ പറ്റിയത്. സോ എന്ത് ചെയ്തോളുക, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തോളുക. അപ്പോൾ നിങ്ങളൊന്നുകിൽ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾ സെൽഫ് പ്രിപ്പറേഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടൻറ്റ് ആരും കൊണ്ടുവന്ന് തരത്തില്ല. നമ്മൾ തന്നെ അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് പഠിക്കണം. സോ സെൽഫ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഓൾറെഡി പ്രീയും മെയിൻ എക്സാമുകൾ എഴുതുന്നതല്ലേ, എക്സാമിന് എന്താണോ ചോദിക്കുന്നത് അത് മാത്രം പഠിക്കുക. ഓക്കെ, ചുമ്മാ ചവറൊന്നും പഠിച്ചിട്ട് പോകാതിരിക്കുക. അത് ഞാൻ പറഞ്ഞു, കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് മാക്സിമം DI ചോദിക്കും, നല്ലോണം ചെയ്ത് പഠിക്കണം. റീസണിങ്ങും പസിൽസ് ആൻഡ് സിറ്റിംഗ് പറഞ്ഞിട്ട് കണ്ടവാനെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. ഇംഗ്ലീഷ് റീഡിംഗ് ഓപ്പറേഷൻ ചെയ്ത് പഠിക്കണം. പിന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സാമിന് എന്താണ് ചോദിക്കുന്നത് അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ചുമ്മാ ചവറൊന്നും വലിച്ചവർ പഠിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ എന്താണ്, ഓക്കെ, ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഔട്ട്പുട്ട് കൊടുക്കുക. ദെൻ ഈ വർഷം തന്നെ എല്ലാവരും ജോലിക്ക് കയറുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ പ്രിപ്പറേഷൻ തുടങ്ങിക്കൊള്ളുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. അത് നിങ്ങൾക്കത് പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ യൂസ് ഉണ്ടാവും. ഒരിക്കലും നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേസ്റ്റ് ആവത്തില്ല. ഓക്കെ, പിന്നെ എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് പഠിക്കണം, മറന്നുപോകും.
പിന്നെ എടുത്ത് റിവൈസ് ചെയ്യണം. ഓക്കെ, പല ആവർത്തി ഓർത്തും മറന്നു വയ്ക്കല്ലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. സോ ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലേക്കായിട്ട് വരും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡൗട്ട് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ നേരെ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, ആരെല്ലാം എടുത്ത് ചെയ്ത് തരും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ.